അത്യാവശ്യം വെയിലുള്ള സമയങ്ങളിൽ ഞാൻ പുറത്ത് പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് ഉണക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അത്യാവശ്യം വെയിലുണ്ട് എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയമായപ്പോഴേക്കും നല്ല മഴ പെയ്ത് കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ഉണങ്ങി കിട്ടി എനിക്ക്. കാരണം രാവിലെയാണ് ഇത് വാഷ് ചെയ്ത് ഞാൻ പുറത്തേക്ക് വയ്ക്കുന്നത്. മഴ ഉള്ള സമയമാണെങ്കിൽ ഞാൻ കൗണ്ടർ ടോപ്പിന് മുകളിൽ തന്നെ പാത്രങ്ങൾ ടവലിട്ടിട്ട് ഒന്ന് ഉണക്കി വെക്കാറാണ് പതിവ് കേട്ടോ. അപ്പോൾ മിക്ക ദിവസങ്ങളിലും മഴ, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയുണ്ട്, അത് കാരണം തന്നെ കഴുകി പുറത്ത് ഉണക്കാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇത് കഴിഞ്ഞ ദിവസം ഫിഷൊക്കെ മേടിച്ചിട്ടുള്ള ഒരു ബോക്സാണ് കേട്ടോ. അപ്പോൾ അത് നന്നായി കഴുകി ഉണക്കി അകത്തേക്ക് വെക്കാമെന്ന് കരുതി. അപ്പോൾ അത് സോപ്പൊക്കെ ആക്കി വെച്ചതിന് ശേഷമാണ് ആ സിങ്കിനുള്ളിൽ നിന്ന് നമുക്കത് കഴുകാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ പുറത്ത് കൊണ്ടുപോയി കഴുകും കേട്ടോ. പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടാണ് കഴുകുന്നത്. പിന്നെ ചെറിയ ബോക്സ് ഞാൻ അവിടെ തന്നെ കഴുകിയെടുത്തു. കുറച്ച് മേറെ പാത്രങ്ങളും ഉണ്ടായിരുന്നു, അത് നേരത്തെ തന്നെ കഴുകി ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഫിഷ് മേടിക്കുന്ന ബോക്സ് ഞാൻ പുറത്തുനിന്ന് തന്നെ കഴുകി നന്നായിട്ട് ഒന്ന് കൊണ്ടുവന്ന് കമത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വേഗം ഉണങ്ങി കിട്ടും. അപ്പോൾ നമുക്കത് എടുത്ത് വെക്കാം. അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് ഫിഷ് മേടിക്കാൻ പോകുമ്പോൾ എളുപ്പമായിരിക്കും. ബാക്കി ഈ കുറച്ച് പാത്രങ്ങൾ സിങ്കിനുള്ളിൽ വേറെ ഉണ്ടായിരുന്നു, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ. അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഞാൻ മാറ്റി വയ്ക്കുവാണ്. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തുടയ്ക്കുക എന്നുള്ള ഒരു ജോലി മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്ന് ഞാൻ നമ്മുടെ മിക്സി ഒന്ന് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. എല്ലാ ദിവസവും വയ്ക്കുന്ന ഒരു പൊസിഷനിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ ഇപ്പുറത്തോട്ട് ഇടയ്ക്കൊന്ന് മാറ്റി വയ്ക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ സൈഡിലായിരുന്നു, അപ്പോൾ അത് ഒന്ന് തുടച്ച് മാറ്റി വയ്ക്കാൻ പോവുകയാണ്. ഗ്യാസ് ഇരിക്കുന്ന ഭാഗത്തേക്ക് തന്നെ സൈഡിലേക്ക് ഒന്ന് വയ്ക്കാമെന്ന് വിചാരിച്ചു. സോഡിയക്കിൻ്റെ മിക്സിയാണ് കേട്ടോ. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള മിക്സിയാണ്. നമുക്ക് രാവിലെ സ്കൂളിൽ കുട്ടികളെയൊക്കെ വിടുമ്പോൾ തോരത്തിനോ അങ്ങനെയൊക്കെ വേഗം തന്നെ നമുക്ക് പച്ചക്കറിയൊക്കെ ചോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോപ്പറും കൂടി അതിൻ്റെ ഉള്ളിലുണ്ട്. അത് കാരണം തന്നെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ഉള്ളിൽ റൈറ്റ് സൈഡിൽ മുകളിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ